ഓക്കെ, രണ്ടാം ലോക മഹായുദ്ധമാണ് വായിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുന്നൊരുക്കം എന്ന് പറയുന്നത് സ്പാനിഷ് കലാപമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുന്നൊരുക്കം എന്ന് അറിയപ്പെടുന്നത് സ്പാനിഷ് കലാപമാണ്. 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. നമ്മൾ പഠിച്ചായിരുന്നു, ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത് പാരീസ് ഉടമ്പടി പ്രകാരമാണ്. 1919 ജനുവരി എന്ന് പഠിച്ചായിരുന്നു. ഈ പാരീസ് സമാധാന സന്ധി പ്രകാരം ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാഷ്ട്രങ്ങൾ ഈ പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും സ്വന്തമാക്കി. ഇതിന്റെ ഫലമായിട്ട് ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? ജർമ്മനി, ഇറ്റലിയൊക്കെ പരാജയപ്പെട്ട രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ കോളനികളോ കമ്പോളങ്ങളോ. അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു. അന്നേരം ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായിട്ട് ജർമ്മനിക്കും ഇറ്റലിക്കും കോളനികളോ കമ്പോളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർ പരാജയപ്പെട്ടു അതില്. അതുകൊണ്ട് തങ്ങളുടെ ഈ ജർമ്മനിയും ഇറ്റലിയും തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താ കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും ഒക്കെ പദ്ധതിയിട്ടു. ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയത്തെ പ്രീണന നയം എന്നാ പറയുന്നത് കേട്ടോ. ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയമാണ് പ്രീണന നയം. ഈ പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് മ്യൂണിക് ഉടമ്പടി കേട്ടോ. മ്യൂണിക് ഉടമ്പടി പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മ്യൂണിക് ഉടമ്പടി. ഈ മ്യൂണിക് ഉടമ്പടി നടന്ന വർഷം 1938 പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണം ചോദിച്ചാല് മ്യൂണിക് ഉടമ്പടിയാണ്. ഈ മ്യൂണിക് ഉടമ്പടി നടന്ന വർഷം 1938. സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച സമ്മേളനമാണ് ഈ മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. ഈ മ്യൂണിക് ഉടമ്പടി പ്രകാരം എന്താ ജർമ്മനിക്ക് സുഡറ്റൻ ലാൻഡ് വിട്ടു നൽകാൻ തീരുമാനിച്ചു. ചെക്കോസ്ലോവാക്കിയയിലെ സമ്പൽ സമൃദ്ധമായ സുഡറ്റൻ ലാൻഡ് എന്ന പ്രദേശത്തിന് മേൽ അവകാശം ഉന്നയിച്ചത് ഹിറ്റ്ലറാണ്. ചെക്കോസ്ലോവാക്കിയയിലെ സമ്പൽ സമൃദ്ധമായ ഒരു പ്രദേശമാണ് ഈ സുഡറ്റൻ ലാൻഡ്. ഇതിനുമേൽ അവകാശം ഉന്നയിച്ചത് ഹിറ്റ്ലറാണ്. ഈ മ്യൂണിക് ഉടമ്പടിയിലൂടെ സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ചു. സുഡറ്റൻ ലാൻഡ് പ്രദേശത്തെ കുറിച്ചുള്ള തർക്കത്തിന് പരിഹാരം കാണാൻ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിച്ച രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി. ഈ സുഡറ്റൻ ലാൻഡ് പ്രദേശത്തെ കുറിച്ചുള്ള തർക്കത്തിന് പരിഹാരം കാണാനായിട്ട് ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിച്ച രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി. ഇതാണ് മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. ഈ വർഷം 1938. ഈ പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഈ മ്യൂണിക് ഉടമ്പടിയാണ്. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ ചെറുത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ജർമ്മനിക്കും ഇറ്റലിക്കും ഒന്നും കോളനികൾ ഇല്ലായിരുന്നു. തൽഫലമായിട്ട് ഇവര് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയും കോളനികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ഇത്തരം ആക്രമണങ്ങളൊക്കെ ആദ്യം ഈ ബ്രിട്ടനും ഫ്രാൻസും ഒന്നും വകവെച്ചില്ല. അവർ കാര്യമാക്കി കണ്ടില്ല. അവരതിനെ എതിർക്കാനൊന്നും പോയില്ല. സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായിട്ട് കണ്ടത് കേട്ടോ. അവരുടെ മുഖ്യ ശത്രുവായിട്ട് അവർ കണ്ട ആരാണ്? സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞേ അതറിയാലോ എല്ലാവർക്കും. കാലഘട്ടം 1945. അന്നേരം ഒന്നിന്റെ ആണെങ്കിലോ ഒന്നിന്റെ കാലഘട്ടം എന്താ? 1418. രണ്ടാം ലോക മഹായുദ്ധത്തിലെ കാലഘട്ടം 1939-45. 39 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. തൊട്ട് മുമ്പ് 38 നമ്മൾ ഈ പറഞ്ഞ മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത് 38. ഇനി ഒന്നാം ലോകം കേൾക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികളാണ് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും കേട്ടോ. മറ്റേത് ഏതായിരുന്നു? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആരൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒന്നാം ലോക മഹായുദ്ധത്തിലെ രണ്ട് സൈനിക ചേരികളെ പറഞ്ഞിരുന്നല്ലോ. ത്രികക്ഷി സൗഹാർദ്ദവും ത്രികക്ഷി സഖ്യവും. ത്രികക്ഷി സൗഹാർദ്ദമാണ്. അതിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ത്രികക്ഷി സഖ്യത്തിലെയും സൗഹാർദ്ദത്തിലെയും. സഖ്യത്തിൽ ആരൊക്കെയായിരുന്നു? സഖ്യത്തില് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അല്ലല്ല, ജപ്പാൻ അതിലില്ല. ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനി.
കക്ഷി സൗഹാർദ്ദത്തിലാണെങ്കിൽ റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്. അതെ, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിലും രണ്ട് പ്രധാന സൈനിക ചേരികൾ ഉണ്ടായിരുന്നു: അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും. അച്ചുതണ്ടും സഖ്യശക്തികളും. വലിയ രാജ്യങ്ങൾ വരുന്നത് സഖ്യശക്തികളിലാണ് കേട്ടോ. ബ്രിട്ടൻ, ഫ്രാൻസ്. മറ്റേത് റഷ്യയാണ്. ഇവിടെ രണ്ടാം ലോക മഹായുദ്ധം വരുമ്പോ റഷ്യക്ക് ആര് വരും? ചൈന വരും. ചൈന വരും. സഖ്യശക്തികളിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. അന്നേരം അച്ചുതണ്ട് ശക്തികളിൽ ആരാ വരുന്നത്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്. ഫ്രാൻസ് അല്ല, ജപ്പാനാണ്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഓസ്ട്രിയ ഹംഗറിക്ക് പകരം ഇവിടെ വരുന്നത് ജപ്പാനാണ്. റഷ്യക്ക് പകരം ചൈനയും വരും. അന്നേരം അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളുമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു ബോക്സിൽ ഒരു കപട യുദ്ധം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. കപട യുദ്ധം. ശക്തമായ യുദ്ധങ്ങൾ നടക്കാത്ത കാലഘട്ടമാണ് ഈ കപട യുദ്ധം എന്നറിയപ്പെടുന്നത്. ശക്തമായ യുദ്ധങ്ങൾ നടക്കാത്ത കാലഘട്ടം അറിയപ്പെടുന്നത് കപട യുദ്ധം എന്നാണ്. ഈ കപട യുദ്ധത്തിന്റെ കാലയളവ് ചോദിച്ചാൽ 1939 സെപ്റ്റംബർ മുതൽ 1940 ഏപ്രിൽ വരെയാണ്. 1939 സെപ്റ്റംബർ മുതൽ 1940 ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തെയാണ് എന്ത് പറഞ്ഞത്? കപട യുദ്ധം എന്ന് പറഞ്ഞത്. കപട യുദ്ധകാലത്ത് ജർമ്മനി കീഴടക്കിയ രാജ്യങ്ങളാണ് ബെൽജിയം, പോളണ്ട്, ലക്സംബർഗ്. ഈ കപട യുദ്ധകാലത്ത് ജർമ്മനി 3 രാജ്യങ്ങൾ കീഴടക്കി. അതാണ് ബെൽജിയം, പോളണ്ട്, ലക്സംബർഗ്. അതായത് ശക്തമായ യുദ്ധങ്ങൾ നടക്കാത്ത കാലഘട്ടമാണ് കപട യുദ്ധം എന്ന് പറയുന്നത്. 1939 സെപ്റ്റംബർ മുതൽ 40 ഏപ്രിൽ വരെയുള്ള കാലഘട്ടം ഈ കപട യുദ്ധം പറയുന്നത്. കപട യുദ്ധകാലത്ത് ജർമ്മനി 3 രാജ്യങ്ങളാണ് കീഴടക്കിയത്: ബെൽജിയം, പോളണ്ട്, ലക്സംബർഗ്. അതെ, ലക്സംബർഗ്. നമ്മൾ പറഞ്ഞു അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും പറഞ്ഞു. രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും കോളനികൾ ആക്രമണ നയങ്ങളെ വ്യാപിപ്പിക്കുന്നതിനുമായി ജർമ്മനിയും ഇറ്റലിയും രൂപം നൽകിയ സഖ്യമാണ് അച്ചുതണ്ട് സഖ്യം എന്ന് പറയുന്നത്. രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും കോളനികൾ പിടിച്ചെടുക്കുന്നതിനും ഒരു മിനിറ്റ്. കപട യുദ്ധം ഫോണി വാർ എന്നും പറയുമല്ലോ. ഫോണി വാർ. ഫോണി വാർ എന്ന് പറയും. ഫോണി വാർ എന്ന്. ഓക്കെ. അന്നേരം രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും കോളനികൾ പിടിച്ചെടുക്കുന്നതിനും ആക്രമണ നയങ്ങളെ വ്യാപിപ്പിക്കുന്നതിനുമായി ജർമ്മനിയും ഇറ്റലിയും രൂപം നൽകിയ സഖ്യമാണ് ഈ അച്ചുതണ്ട് സഖ്യം എന്ന് പറയുന്നത്. അന്നേരം അച്ചുതണ്ട് സഖ്യത്തിൽ ജർമ്മനിയും ഇറ്റലിയും കൂടാതെ ജപ്പാനുണ്ട്. സഖ്യശക്തികളാകുമ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ച സംഭവം എന്ന് പറയുന്നത് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ്. ജർമ്മനി പോളണ്ട് ആക്രമിക്കുന്നതോടുകൂടിയാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചത്. അന്നേരം രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുന്ന സംഭവമാണ് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം. വർഷം 1939 സെപ്റ്റംബർ 1. 1939 തന്നെ ഈ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിൽ ഒരു അനാക്രമണ സന്ധി ഒപ്പുവെക്കും. 1939 ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം. ഈ 39 ജർമ്മനിയും റഷ്യയും തമ്മിൽ, സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒരു അനാക്രമണ സന്ധി ഒപ്പുവെക്കും. ഈ അനാക്രമണ സന്ധി എന്താണെന്ന് വെച്ചാല് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവെക്കാമെന്നും വ്യവസ്ഥ ചെയ്ത സന്ധിയാണ് ഈ അനാക്രമണ സന്ധി എന്ന് പറയുന്നത്. വർഷം 1939. എന്താണ്? സോവിയറ്റ് യൂണിയനും ജർമ്മനിയും അവർ പരസ്പരം ആക്രമിക്കുകയില്ലെന്നും കൂടാതെ എന്താണ് പോളണ്ട് പങ്കുവെക്കാമെന്നും വ്യവസ്ഥ ചെയ്ത സന്ധി ഏതാണെന്ന് ചോദിച്ചാല് 1939 അനാക്രമണ സന്ധിയാണ്. എന്നാൽ ഈ അനാക്രമണ സന്ധി അവസാനിക്കാനുള്ള ഒരു കാരണം 1941 ഉണ്ടാവും. എന്താണ്? ഈ ജർമ്മനി വന്നിട്ട് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കും. 1941 ഹിറ്റ്ലർ റഷ്യയെ ആക്രമിച്ച് അനാക്രമണ സന്ധി അവസാനിക്കാൻ കാരണമാവും. 39 അനാക്രമണ സന്ധി പ്രകാരം ജർമ്മനിയും റഷ്യയും പരസ്പരം ആക്രമിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഉടമ്പടി ഉണ്ടാക്കും. 41 ആയപ്പോഴത്തേക്കിനും ഈ സന്ധി ലംഘിച്ചുകൊണ്ട് ഹിറ്റ്ലർ എന്താണ്? റഷ്യയെ ആക്രമിക്കും. അതോടുകൂടി അനാക്രമണ സന്ധി അവസാനിക്കും. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് 1939 സെപ്റ്റംബർ 3. ഞാൻ ആദ്യം വായിച്ചായിരുന്നു. ഈ ജർമ്മനി, ഇറ്റലിയും ഒക്കെ കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടി ഓരോ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കുമായിരുന്നു. അതിന് ആദ്യമൊന്നും ബ്രിട്ടനും ഫ്രാൻസും അനങ്ങിയിരുന്നില്ല.
അവരതിനെ പ്രതിരോധിച്ചതുമില്ല. എന്നാൽ ജർമ്മനി 1939 സെപ്റ്റംബർ 1 പോളണ്ടിനെ ആക്രമിക്കും. അതോടുകൂടി സെപ്റ്റംബർ 1 ആക്രമിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് സെപ്റ്റംബർ 3 ആകുമ്പോഴത്തേക്കിനും ബ്രിട്ടനും ഫ്രാൻസും കൂടെ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും. അന്നേരം ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1939 സെപ്റ്റംബർ 3 ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സഖ്യശക്തികൾക്ക് ആയുധം നൽകിയിരുന്ന രാജ്യം അമേരിക്കയാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സഖ്യശക്തികൾക്ക് ആയുധം നൽകിയിരുന്ന രാജ്യം ചോദിച്ചാൽ അമേരിക്കയാണ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഏത് രാജ്യമാണ് ട്രൂമാൻ ഡോക്ട്രിൻ എന്ന വിദേശ നയം പ്രഖ്യാപിച്ചതെന്ന് അറിയാമോ? ട്രൂമാൻ ഡോക്ട്രിൻ അറിയായിരിക്കുമല്ലോ. അമേരിക്കയാണോ? അതെ, അമേരിക്കയാണ്. ഈ നയം പ്രഖ്യാപിച്ചത് ആരാണെന്ന് അറിയാമോ? 1947 ഈ ട്രൂമാൻ നയം പ്രഖ്യാപിക്കുന്നത്. അതെ, അമേരിക്കൻ പ്രസിഡന്റായ ഹാരി എസ് ട്രൂമാൻ ആണ് ഈ ട്രൂമാൻ ഡോക്ട്രിൻ എന്ന് പറയുന്ന നയം പ്രഖ്യാപിക്കുന്നത് കേട്ടോ. അന്നേരം രണ്ടാം ലോക മഹായുദ്ധ അനന്തരം ഏത് രാജ്യമാണ് ട്രൂമാൻ ഡോക്ട്രിൻ എന്ന വിദേശ നയം പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. 1947 ട്രൂമാൻ നയം പ്രഖ്യാപിച്ചത് ഹാരി എസ് ട്രൂമാൻ ആണ്. ഹാരി എസ് ട്രൂമാൻ. രണ്ടാം ലോക മഹായുദ്ധവും ഭരണാധികാരികളെ കുറിച്ചാണ് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റുമാർ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും പിന്നെ ഹാരി എസ് ട്രൂമാനും ഉണ്ട് കേട്ടോ. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും ഹാരി എസ് ട്രൂമാനും ഉണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരായിരുന്നത് നെവിൽ ചേംബർലൈനും വിൻസ്റ്റൺ ചർച്ചിലുമാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരായിരുന്നത് നെവിൻ ചേംബർലൈനും വിൻസ്റ്റൺ ചർച്ചിലുമാണ്. ജപ്പാൻ പ്രധാനമന്ത്രി ആരായിരുന്നെന്ന് അറിയാമോ? ആ സമയത്ത് ടോജോയാണ്. റഷ്യൻ പ്രസിഡന്റ് ആരാണെന്ന് അറിയോ? ആ സമയത്ത് റഷ്യൻ പ്രസിഡന്റ് സ്റ്റാലിനാണ്. ജപ്പാനിൽ അണുബോംബ് പ്രയോഗിച്ച സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാ? ഈ ഹാരി എസ് ട്രൂമാൻ. ജപ്പാനില് അണുബോംബ് പ്രയോഗിച്ച സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഹാരി എസ് ട്രൂമാൻ ആണ്. ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ ഒരു രഹസ്യ നാമമുണ്ട്. അതാണ് ഓപ്പറേഷൻ സീൽ. സീലയൺ ആണ്. സീലയൺ. എന്താണ് ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യ നാമം ചോദിച്ചാൽ ഓപ്പറേഷൻ സീലയൺ ആണ്. ഓപ്പറേഷൻ സീലയൺ. എന്നാൽ 1941 സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു എന്ന് പറഞ്ഞല്ലോ. അനാക്രമണ സന്ധിയൊക്കെ ലംഘിച്ച് 1941 ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു. അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയുണ്ട്. അതിനും ഒരു രഹസ്യനാമുണ്ട്. ബാർബറോസയാണ്. ഓപ്പറേഷൻ ബാർബറോസയാണ്. ഓപ്പറേഷൻ ബാർബറോസ. അന്നേരം ഒന്നുകൂടെ പറയാം. ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമം ഓപ്പറേഷൻ സീലയൺ ആണ്. ഓപ്പറേഷൻ 1941 സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ ജർമ്മനി തയ്യാറാക്കിയ പദ്ധതിയുടെ രഹസ്യനാമം ചോദിച്ചാൽ ഓപ്പറേഷൻ ബാർബറോസയാണ്. ബാർബറോസ. ഈ അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം എന്തായിരുന്നു? പേൾ ഹാർബർ ആക്രമണം. അതെ, ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണമാണ്. അമേരിക്കയുടെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സഖ്യശക്തികൾക്ക് ആയുധം നൽകിയിരുന്ന രാജ്യമായിരുന്നു അമേരിക്ക. ആ അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം ചോദിച്ചാൽ ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണമാണ്. ഈ ജപ്പാൻ പേൾ ഹാർബർ ആക്രമണം നടത്തിയ വർഷം ചോദിച്ചാൽ 1941 ഡിസംബർ 7 ജപ്പാൻ പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ച വർഷം 1941 ഡിസംബർ 7. പസഫിക് മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക താല്പര്യങ്ങൾ പേൾ ഹാർബർ ആക്രമിക്കാൻ ജപ്പാനെ പ്രേരിപ്പിച്ചു. പസഫിക് മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക താല്പര്യങ്ങൾ പേൾ ഹാർബർ ആക്രമിക്കാൻ ജപ്പാനെ പ്രേരിപ്പിച്ചു. ഈ ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചത് 1941 ഡിസംബർ 7 പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പലിന്റെ പേരെന്തായിരുന്നു? കപ്പല് അരിസോണ. USS അരിസോണയാണ്. USS അരിസോണ. പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പലാണ് USS അരിസോണ. ജർമ്മനി റഷ്യയോട് പരാജയപ്പെട്ട വർഷം 1943 ജർമ്മനി 1941 സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. 1943 ആയപ്പോഴത്തേക്കിനും ജർമ്മനി റഷ്യയോട് പരാജയപ്പെട്ടു. ഈ ജപ്പാൻ തകർത്ത ഇംഗ്ലണ്ടിന്റെ ഒരു കപ്പലുണ്ട് കേട്ടോ. ജപ്പാൻ ഈ രണ്ടാം ലോക മഹായുദ്ധത്തില് ജപ്പാൻ ഇംഗ്ലണ്ടിന്റെ ഒരു കപ്പൽ തകർക്കും. അത് ആ കപ്പലിന്റെ പേര് പ്രിൻസ് ഓഫ് വെയിൽസ് ആണ്. പ്രിൻസ് ഓഫ് വെയിൽസ്. ജപ്പാൻ തകർത്ത ഇംഗ്ലണ്ടിന്റെ കപ്പലാണ് പ്രിൻസ് ഓഫ് വെയിൽസ്.
എന്നാൽ പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പൽ ചോദിച്ചാല് USS അരിസോണ. എന്നാൽ ജപ്പാൻ തകർത്ത ഇംഗ്ലണ്ടിന്റെ കപ്പൽ ചോദിച്ചാൽ പ്രിൻസ് ഓഫ് വെയിൽസ് ആണ്. പ്രിൻസ് ഓഫ് വെയിൽസ്. പ്രിൻസ് ഓഫ് വെയിൽസ്. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനമാണ് ബെർലിൻ. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനമാണ് ബെർലിൻ. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശീല വീണത്, അതായത് ഇത് അവസാനിച്ച എന്നാണെന്ന് വെച്ചാൽ 45 നമുക്കറിയാം. 1945 ഓഗസ്റ്റ് 14 ഇതിന് തിരശീല വീണത് കേട്ടോ. 1945 ഓഗസ്റ്റ് 14 രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശീല വീണത്. ഈ ബെർലിൻ മതിലിനെ കുറിച്ച് ഞാൻ പറയാം. ജർമ്മനിയെ വിഭജിക്കാൻ തീരുമാനിച്ചൊരു സമ്മേളനമുണ്ട്, അത് നമ്മൾ പഠിക്കും എപ്പോഴും. ജർമ്മനിയെ വിഭജിക്കാൻ അതെ, യാൾട്ടയാണ്. ജർമ്മനിയെ വിഭജിക്കാൻ തീരുമാനിച്ച സമ്മേളനം ചോദിച്ചാൽ യാൾട്ട സമ്മേളനമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി രൂപീകൃതമായ പശ്ചിമ ജർമ്മനിയെയും പൂർവ്വ ജർമ്മനിയെയും വേർതിരിച്ച മതിലാണ് ഈ ബെർലിൻ മതിൽ എന്ന് പറയുന്നത് കേട്ടോ. അന്നേരം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് ജർമ്മനിയെ രണ്ടായി വിഭജിക്കുന്നു. എന്താണ്? പശ്ചിമ ജർമ്മനി എന്നും പൂർവ്വ ജർമ്മനി എന്നും. അങ്ങനെ വേർതിരിക്കുന്ന മതിൽ ചോദിച്ചാൽ ബെർലിൻ മതിലാണ്. 1961 കേട്ടോ ഈ ബെർലിൻ മതിൽ വന്നത്. 1961. എന്നാൽ ഈ ബെർലിൻ മതിൽ പൊളിച്ചു നീക്കിയ വർഷം 1990 90 കുറയ്ക്കണം, 89. ബെർലിൻ മതിൽ പണിഞ്ഞത് 1961. എന്തിനാ? പശ്ചിമ ജർമ്മനിയും പൂർവ്വ ജർമ്മനിയും വേർതിരിച്ചിരിക്കുന്ന മതിലാണ് ബെർലിൻ മതിൽ. 1961. ഇത് പൊളിച്ചു നീക്കിയത് 1989. പശ്ചിമ ജർമ്മനിയുടെയും പൂർവ്വ ജർമ്മനിയുടെയും ഏകീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് അറിയോ? ഹെൽമുട്ട് കോൾ ആണ്. ഹെൽമുട്ട് കോൾ. പശ്ചിമ ജർമ്മനിയും പൂർവ്വ ജർമ്മനിയുടെയും ഏകീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഹെൽമുട്ട് കോൾ. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം കീഴടങ്ങിയ രാജ്യം ഏതാണെന്ന് അറിയോ? ആദ്യം കീഴടങ്ങിയ രാജ്യം ഇറ്റലിയാണ്. അവസാനം കീഴടങ്ങിയത് ജപ്പാനാണ്. 1945 ഓഗസ്റ്റ് 14 ഇതിന് തിരശീല വീണെന്ന് പറഞ്ഞു. ആദ്യം കീഴടങ്ങിയത് ഇറ്റലിയും അവസാനം കീഴടങ്ങിയ രാജ്യം ചോദിച്ചാൽ ജപ്പാനുമാണ്. 1945 ഹിറ്റ്ലർ പരാജയം സമ്മതിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു കേട്ടോ. 45 ആയപ്പോഴത്തേക്കിനും ഹിറ്റ്ലർ പരാജയം സമ്മതിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഔദ്യോഗികമായി ജപ്പാൻ പരാജയം സമ്മതിച്ച വർഷം, അവസാനം കീഴടങ്ങിയത് ജപ്പാനാണെന്ന് പറഞ്ഞു. ഈ ജപ്പാൻ ഔദ്യോഗികമായി പരാജയം സമ്മതിച്ച വർഷം ചോദിച്ചാല് 45 സെപ്റ്റംബർ 2 ആണ് കേട്ടോ. 45 സെപ്റ്റംബർ 2. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ച വർഷം എന്നായിരുന്നു? പോളണ്ടിനെ ആക്രമിച്ചത് സെപ്റ്റംബർ 39. 39 സെപ്റ്റംബർ 1. സെപ്റ്റംബർ 1 പോളണ്ട് ആക്രമിച്ചത് സെപ്റ്റംബർ 1. സെപ്റ്റംബർ 3 എന്തോ പറഞ്ഞേ? ബ്രിട്ടനും ഫ്രാൻസും അതെ, യുദ്ധം പ്രഖ്യാപിച്ചു. ഇതിപ്പോ പറഞ്ഞത് ഔദ്യോഗികമായിട്ട് ജപ്പാൻ പരാജയം സമ്മതിച്ച വർഷം 45 സെപ്റ്റംബർ 2. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിടിക്കപ്പെട്ട നാസി നേതാക്കളെ വിസ്തരിച്ച സ്ഥലമാണ് ന്യൂറംബർഗ് കേട്ടോ. ന്യൂറംബർഗ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിടിക്കപ്പെട്ട നാസി നേതാക്കളെ വിസ്തരിച്ച സ്ഥലം ചോദിച്ചാല് ന്യൂറംബർഗ് ആണ്. ന്യൂറംബർഗ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി ഉയർന്നു വന്ന രണ്ട് ലോക ശക്തികളാണ് അമേരിക്കയും റഷ്യയും. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി ഉയർന്നു വന്ന രണ്ട് ലോക ശക്തികൾ ചോദിച്ചാൽ അമേരിക്കയും റഷ്യയുമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായ രാജ്യം ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായ ജർമ്മനി അല്ല, രണ്ടില് റഷ്യയാണ്. റഷ്യയാണ്. ഈ ജർമ്മനി എന്തോ പറഞ്ഞേ? ജർമ്മനി ഒന്നാം ലോക മഹായുദ്ധത്തിലല്ലേ? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായ രാജ്യം ചോദിച്ചാൽ ജർമ്മനിയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായ രാജ്യം ചോദിച്ചാൽ അത് റഷ്യയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആയുധ കച്ചവടത്തിലൂടെ രണ്ടിനും സെയിം ആള് തന്നെയാണ് ആയുധ കച്ചവടത്തിലൂടെ നേട്ടം. അതെ, അമേരിക്ക. ഒന്നിലായാലും രണ്ടിലായാലും ആയുധ കച്ചവടത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാജ്യം ചോദിച്ചാൽ അമേരിക്കയാണ്. ഈ ജനാധിപത്യത്തിന്റെ ആയുധപ്പുര എന്നറിയപ്പെട്ടത് അമേരിക്ക കേട്ടോ. ജനാധിപത്യത്തിന്റെ ആയുധപ്പുര എന്നറിയപ്പെട്ടത് അമേരിക്കയാണ്.
രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനിക്കെതിരെ യുദ്ധം നയിക്കുകയും 1953 1980 കാലഘട്ടത്തിൽ യൂഗോസ്ലോവിയയിലെ പ്രസിഡന്റ് പദവി വഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് ജോസിപ്പ് ബ്രോസ് ടിറ്റോ. ജോസിപ്പ് ബ്രോസ് ടിറ്റോ എന്നൂടെ പറയാം. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനിക്കെതിരെ യുദ്ധം നയിക്കുകയും 1953 1980 കാലഘട്ടത്തിൽ യൂഗോസ്ലാവിയയിലെ പ്രസിഡന്റ് പദവി വഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് ജോസിപ്പ് ബ്രോസ് ടിറ്റോ. ജോസിപ്പ് ബ്രോസ് ടിറ്റോ. ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി രണ്ടാം ലോക മഹായുദ്ധാനന്തര രൂപീകൃതമായ സംഘടനയാണ് ഏതാ? UN. UN അതെ, United Nations. UN ആണ്. ഐക്യരാഷ്ട്ര സംഘടനയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണെങ്കിലോ League of Nations. സർവരാജ സഖ്യോ സർവ്വരാജ്യ സഖ്യം നേഷൻസ് ആണ്. അന്നേരം ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി രണ്ടാം ലോക മഹായുദ്ധാനന്തര രൂപീകൃതമായ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് അറിയപ്പെടുന്നത് അപകോളനീകരണം എന്നാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് അറിയപ്പെടുന്നത് അപകോളനീകരണം എന്നാണ്. പ്രതികരണം സാമ്രാജ്യത്വത്തിനെതിരായി സമരം ചെയ്ത രാഷ്ട്ര നേതാക്കളാണ് ഗാന്ധിജി, നെൽസൺ മണ്ടേല, ക്വാമി ക്രൂമ, ജോമോ കെനിയാത്ത. എന്താണ്? സാമ്രാജ്യത്വത്തിനെതിരായി സമരം ചെയ്ത രാഷ്ട്രീയ നേതാക്കളാണ് ഗാന്ധിജി, നെൽസൺ മണ്ടേല, ക്വാമി ക്രൂമ, ജോമോ കെനിയാത്ത. രണ്ടാം ലോക മഹായുദ്ധം പ്രമേയമാക്കി രചിക്കപ്പെട്ട കലാസൃഷ്ടികൾ. പിക്കാസോയുടെ വിഖ്യാത ചിത്രമായ ഏതായിരുന്നു വിഖ്യാത ചിത്രം? ഗൂർണിക്കയോ ഗോർണിക്കയാണ്. രണ്ടാം ലോക മഹായുദ്ധ പ്രമേയമാക്കി രചിക്കപ്പെട്ട കലാസൃഷ്ടികളാ പറയുന്നത്. പിക്കാസോയുടെ വിഖ്യാത ചിത്രം ഗോർണിക്ക. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു നോവൽ ഉണ്ടല്ലോ, മണി മുഴങ്ങുന്നതോ അങ്ങനെ ഉണ്ടാവും. അത് തന്നെ, മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി, മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി. അന്നേരം രണ്ടാം ലോക മഹായുദ്ധം പ്രമേയമാക്കി രചിക്കപ്പെട്ട കലാസൃഷ്ടികളാണ് എന്താണ്? പിക്കാസോയുടെ വിഖ്യാത ചിത്രമായ ഗോർണിക്ക. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു നോവൽ ഉണ്ട്, അത് മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി. ഈ ഹിരോഷിമ നാഗസാക്കി ഒന്ന് വായിക്കാം. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം കേട്ടോ. ആദ്യമായിട്ട് അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ചോദിച്ചാൽ രണ്ടാം ലോക മഹായുദ്ധമാണ്. നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം വായിച്ചപ്പോ ഇതേ കണക്ക് ഒരു പ്രത്യേകത പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് രണ്ട് കാര്യങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ക്ലോറിൻ ഉപയോഗിച്ചല്ലേ? രാസായുധം. അതെ, ആദ്യമായിട്ട് രാസായുധം ഉപയോഗിച്ചു. പിന്നെന്തുവാ? ആകാശയുദ്ധം എന്നല്ലായിരുന്നോ പറഞ്ഞു? ആകാശയുദ്ധം ആദ്യം തുടങ്ങിയത് അല്ലേ? ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ആകാശയുദ്ധവും രാസായുധവും ഉപയോഗിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യമായിട്ട് അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ചോദിച്ചാൽ അത് രണ്ടാം ലോക മഹായുദ്ധം. ആദ്യമായി അമേരിക്ക അണുബോംബ് വർഷിച്ച ജപ്പാൻ നഗരമാണ് ഹിരോഷിമ. വർഷം 45 ഓഗസ്റ്റ് 6. 45 ഓഗസ്റ്റ് 6. 1945 ഓഗസ്റ്റ് 6-നാണ് ഹിരോഷിമയില് അണുബോംബ് ആക്രമണം നടന്നത്. 45 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ ഉപയോഗിച്ച അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയിയോ? ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് ആണ്. ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത് യുറേനിയം ആണോ പ്ലൂട്ടോണിയം ആണോ? യുറേനിയം. യുറേനിയാണ്. ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത് യുറേനിയം ആണ്. യുറേനിയം ബോംബാണ്. ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ ആരായിരുന്നു? എനോല ഗേ. പോൾ ടിബറ്റ്സ് ആണ്. ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികനാണ് പോൾ ടിബറ്റ്സ്. ഈ എനോല ഗേ ആരായിരുന്നു? എനോല ഗേ വിമാനാണ്. ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ ചോദിച്ചാൽ പോൾ ടിബറ്റ്സ് ആണ്. ഹിരോഷിമയിൽ ബോംബിടാൻ ഉപയോഗിച്ച വിമാനമാണ് എനോല ഗേ. B-29 പറയും കേട്ടോ. B-29 എനോല ഗേ. രണ്ടാമതായി അമേരിക്ക അണുബോംബ് വർഷിച്ച നഗരം രണ്ടാമത് നാഗസാക്കി. വർഷം 45 ഡേറ്റ്. ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9. 45 ഓഗസ്റ്റ് 9. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനികൻ ആരാ? അതെ, ചാൾസ് സീനി. അതായത് ഹിരോഷിമയിലാണെങ്കിൽ പോൾ ടിബറ്റ്സ്, നാഗസാക്കിയിലാണെങ്കിൽ ചാൾസ് സീനിയാണ്. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച അമേരിക്കൻ വിമാനം ചോദിച്ചാല് ബോക്സ്കർ ആണ്. ബോക്സ്കർ. അന്നേരം ഒന്നുകൂടെ പറയാം. ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ പോൾ ടിബറ്റ്സും നാഗസാക്കിയിലാണെങ്കിൽ ചാൾസ് സ്വീനിയാണ്. വർഷം ചോദിച്ചാൽ ഹിരോഷിമയില് 45 ഓഗസ്റ്റ് 6, നാഗസാക്കിയില് 45 ഓഗസ്റ്റ് 9.
ഹിരോഷിമയിൽ ബോംബിടാൻ ഉപയോഗിച്ച വിമാനം എനോല ഗേ ആണ്. നാഗസാക്കിയിലാണെങ്കിൽ ബോക്സ് കാർ ആണ്, ബോക്സ് കാർ. നാഗസാക്കിയിൽ ഉപയോഗിച്ച ബോംബിന്റെ പേരെന്തായിരുന്നു? ഒരു പ്ലൂട്ടോണിയം ബോംബാണ്. ഫാറ്റ്മാൻ ഫാറ്റ്മാൻ. പ്ലൂട്ടോണിയം. ഫാറ്റ്മാൻ പ്ലൂട്ടോണിയം ബോംബാണ്. ലിറ്റിൽ ബോയ് ആണെങ്കിൽ യുറേനിയം ബോംബാണ്. യുറേനിയം ബോംബ്. ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേരിൽ ജീവിക്കുന്ന മനുഷ്യരെ നമ്മളൊരു പേര് പറയല്ലോ, ഹിബാക്കുഷു. ഹിബാക്കുഷ. ഹിബാക്കുഷുക്കൾ. ഹിബാക്കുഷുകളാണ്, ഹിബാക്കുഷാണ്. ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേരിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാക്കുഷ്. ഹിരോഷിമയിലെ ബോംബ് വർഷിച്ചതിന്റെ ഫലമായി ഉണ്ടായ അണുവികരണത്തിനിരയായ ബാലിക, ഒരു കൊക്കൊക്കെ പറയുന്നത്, സഡോക്കോ സഡാക്കോ സഡോക്കോ സുസുക്കി. സഡാക്കോ സുസുക്കി. സസൂക്കിയ സഡാക്കോ സുസുക്കി. ആ സഡാക്കോ സസുക്കി. സുസുക്കി അല്ല, സോറി കേട്ടോ, സസുക്കി. സസുക്കി. ഹിരോ ഹിരോഷിമയില് സസൂക്കി ബോംബ് ജയിച്ചു. വർഷിച്ചതിന്റെ ഫലമായി അണുവികരണത്തിനിരയായ ബാലികയാണ് സഡാക്കോ സഡാക്കോ സസുക്കി. യുദ്ധവിരുദ്ധതയുടെ പ്രതീകമായി ഉപയോഗിക്കുന്ന സഡാക്കോ സസുക്കിയുടെ നിർമ്മിതിയാണ് കൊക്ക് കൊക്ക് സഡാക്കോ ബോംബുകള്. കൊക്കുകള്. ഹിരോഷിമ നാഗസാക്കി അത്രേ ഉള്ളൂ. പിന്നെ ഈ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചില ചലച്ചിത്രങ്ങളുണ്ട്. പോളിഷ് സംവിധായകൻ ആന്ദ്രേ വൈദയുടെ ചിത്രങ്ങളായ ജനറേഷൻ, കനാല്, ആഷസ് ആൻഡ് ഡയമണ്ട്സ്. ഇതൊക്കെയാണ് ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ്. ഇതൊക്കെ സംവിധാനം ചെയ്ത ആരാണെന്ന് വെച്ചാൽ ആന്ദ്രേ വൈദയാണ് കേട്ടോ. ആന്ദ്രേ വൈദ. ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ്. ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റിലുള്ളതെന്ന് തോന്നുന്നു. ആണ് ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ്. ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ഡേവിഡ് ലീൻ ആണ്. ഡേവിഡ് ലീൻ. ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത സിനിമയാണ് ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ്. റിവർ ക്വായ്. ചാർലി ചാപ്ലിന്റെ ദ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ആണ്. അലൻ റനയുടെ ഹിരോഷിമ. മോറ മോറ. അലൻ റനയുടെ ഹിരോഷിമ മോണമോർ. ഹിരോഷിമ മോണമോർ. സ്റ്റീവൻ ഷിൻഡേഴ്സ് ലിസ്റ്റ്. ഷിൻലേഴ്സ് ലിസ്റ്റ് ആണ്. സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഷിൻലേഴ്സ് ലിസ്റ്റ്. ഇതൊക്കെ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. ഒന്നുകൂടെ പറയാം. ആന്ദ്രേ വൈദയുടെ ജനറേഷൻ, കനാല്, ഡയമണ്ട്സ്. ഡയമണ്ട്സ്. ഡേവിഡ് ലീന്റെ ആണെങ്കിൽ ഡേവിഡ് ലീന്റെ ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ്. ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ്. എനിക്കൊന്ന് ജനറേഷൻ, കനാൽ ഒന്നും ആഷസ് ആൻഡ് ഡയമണ്ട്സ് വേറെയാണോ? എനിക്കത് അറിയത്തില്ല ഇതിനകത്ത്. അല്ല, മൂന്നെണ്ണം അല്ലേ അത്? ജനറേഷൻ ഒരു സിനിമ. ശരി, അങ്ങനെ കനാൽ ഒരു സിനിമ, അങ്ങനല്ലേ? ഞാൻ വെച്ചത് രണ്ടെണ്ണമാണ്. ഓക്കെ, ജനറേഷൻ, കനാല്, ആഷസ് ആൻഡ് ഡയമണ്ട്സ്. സബിതയുടെ വായിരിക്കുന്നത് കുരുങ്ങുവേ. ഒന്നാം ലോക മഹായുദ്ധ ഒന്നാം ലോക മഹായുദ്ധ സിനിമയ്ക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഗ്രാൻഡ് ഇലൂഷൻ ആരുടെ ആയിരുന്നു? ഗ്രാൻഡ് ഇലൂഷൻ റാങ് റെന്വേ ആണ്. ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് ആരുടെ ആയിരുന്നു? ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് മൈൻസ്റ്റോൺ ആണ്. ലെവിസ് മൈൻസ്റ്റോൺ ആണ്. ലെവിസ് മൈൻസ്റ്റോൺ. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് ലെവിസ് മൈൻസ്റ്റോണിന്റെ ആണ്. പാത്ത് ഓഫ് ഗ്ലോറി ആരുടെ ആയിരുന്നു? പാത്ത് ഓഫ് ഗ്ലോറി സ്റ്റാൻലി കുബ്രിക് ആണ്. ഗ്രാൻഡ് ഇലൂഷൻ റാങ് റെൻവ. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് ആണെങ്കിൽ ലെവിസ് മൈൻസ്റ്റോൺ. പാത്ത് ഓഫ് ഗ്ലോറി സ്റ്റാൻലി കുബ്രിക്. ഇത് ഒന്നാം ലോക മഹായുദ്ധവും സിനിമകളുമാണ്. രണ്ടാം ലോക മഹായുദ്ധം വന്നു കഴിഞ്ഞാല് അലൻ റനയുടെ ഏതായിരുന്നു? അലൻ റനയുടെ ഹിരോഷിമ മോണമോർ. ഹിരോഷിമ മോണമോർ, അലൻ റനെ. സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഷിൻഡേഴ്സ് ലിസ്റ്റ്. ഷിൻഡേഴ്സ് ലിസ്റ്റ്. ഡേവിഡ് ലീന്റെ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ്. ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് ആണ്. പിന്നെ ആന്ദ്രേ വൈദയുടെ ജനറേഷൻ, കനാല്, ആഷസ് ആൻഡ് ഡയമണ്ട്സ്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങളാണ് പറയുന്നത്. കുഴപ്പമുണ്ടോ വായിക്കുന്നതിന്? വായിച്ചോ. ഫലങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ. ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി. ഫാഷിസത്തിന്റെ തകർച്ച, ശീതസമരത്തിന്റെ തുടക്കം. ഇതൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങളാണ്.
എന്തൊക്കെയാണ്? ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില മൊത്തം താറുമാറായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി. പിന്നെ ഫാഷിസത്തിന്റെ തകർച്ച, ശീതസമരത്തിന്റെ തുടക്കം. ഇതൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങളാണ്. ഇനി ശീതസമരം പറയാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകരാജ്യങ്ങൾ ദർശിച്ച യുദ്ധമില്ലാത്ത യുദ്ധം എന്നറിയപ്പെടുന്നത് ഈ ശീതയുദ്ധമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകരാജ്യങ്ങൾ ദർശിച്ച യുദ്ധമില്ലാത്ത യുദ്ധം എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ ശീതയുദ്ധമാണ്. പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്രങ്ങളുമാണ് ഈ ശീതയുദ്ധം എന്ന് പറയുന്നത്. പരസ്പരം ശത്രുത പുലർത്തിയ രണ്ടു ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്രങ്ങളുമാണ് ഈ ശീതയുദ്ധം എന്ന് പറയുന്നത്. ശീതയുദ്ധത്തിൽ പോരടിച്ച രണ്ട് പ്രധാന രാഷ്ട്രങ്ങളാണ് അമേരിക്ക, റഷ്യ. അതെ, അമേരിക്കയും റഷ്യയും. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായ ആശയപരമായ ചേരിതിരിവിനെ ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? അർണോൾഡ് അതെ തന്നെ, അർണോൾഡ് ടോയൻബി ആണ് എന്നൂടെ പറയാം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായ ആശയപരമായ ചേരിതിരിവിനെ ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് അർണോൾഡ് ടോയൻബി. കമ്മ്യൂണിസത്തെ സോവിയറ്റ് യൂണിയന്റെ അതിർത്തിക്കുള്ളിൽ ഒതുക്കി നിർത്താൻ അമേരിക്ക മുന്നോട്ട് വെച്ചൊരു നയമുണ്ട്. അതാണ് ഒതുക്കൽ നയം എന്ന് പറയട്ടോ. ഒതുക്കൽ നയം ആണ്. കമ്മ്യൂണിസത്തെ സോവിയറ്റ് യൂണിയന്റെ അതിർത്തിക്കുള്ളിൽ ഒതുക്കി നിർത്താൻ അമേരിക്ക മുന്നോട്ട് വെച്ച നയമാണ് ഒതുക്കൽ നയം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പൈതൃക നഗരമായി പ്രഖ്യാപിച്ച ഒരു നഗരമുണ്ട്. അത് ഏതാണെന്നറിയോ? പൈതൃക നഗരമായി പ്രഖ്യാപിച്ചത് അമേരിക്കയിലെ ഒരു നഗരമാണ് വിൽമിംഗ്ടൺ ആണ് കേട്ടോ. വിൽമിംഗ്ടൺ. എന്താണ്? രണ്ടാം ലോക മഹായുദ്ധ, ഇത് കറണ്ട് ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത് കേട്ടോ. രണ്ടാം ലോക മഹായുദ്ധ പൈതൃക നഗരമായി പ്രഖ്യാപിച്ച നഗരമാണ് അമേരിക്കയിലെ വിൽമിംഗ്ടൺ. ഈ ശീതയുദ്ധത്തെ കുറിച്ച് സംസാരിച്ച ആദ്യത്തെ ലോക നേതാവ് ആരാണെന്ന് വെച്ചാൽ വിൻസ്റ്റൺ ചർച്ചിൽ കേട്ടോ. ശീതയുദ്ധത്തെ കുറിച്ച് സംസാരിച്ച ആദ്യ ലോക നേതാവാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അയൺ കർട്ടൺ സ്പീച്ച് നടത്തിയ നേതാവ് ആരാണെന്ന് ചോദിച്ചാലും ഈ ചർച്ചിൽ തന്നെയാണ് കേട്ടോ. ചർച്ചിൽ തന്നെയാണ്. എന്താണ്? ശീതയുദ്ധത്തെ കുറിച്ച് സംസാരിച്ച ആദ്യ ലോക നേതാവാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അയൺ കർട്ടൺ സ്പീച്ച് നടത്തിയ നേതാവാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരായിരുന്നു? ശീതസമരം ബെർണാഡ് ബറൂച്ച്. അതെ, ബെർണാഡ് ബറൂച്ച് ആണ്. ശീതസമരം എന്ന പദം ആദ്യം ഉപയോഗിച്ച ബെർണാഡ് ബറൂച്ച് ആണ്. ശീതസമരം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വാൾട്ടർ ലിപ്മാൻ. ಅಂದ್ರೆ ശീതസമരം എന്ന പദം ഉപയോഗിച്ചത് ബെർണാഡ് ബറൂച്ച് ആണ്. ശീതസമരം എന്ന ഗ്രന്ഥം രചിച്ചത് വാൾട്ടർ ലിപ്മാൻ ആണ്. സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുത്ത ചേരിയാണ് സോഷ്യലിസ്റ്റ് ചേരി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചേരി എന്ന് പറയും. ഈ ശീതസമരത്തില് സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുത്ത ചേരിയാണ് സോഷ്യലിസ്റ്റ് ചേരി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചേരി. അമേരിക്ക നേതൃത്വം കൊടുത്ത ചേരി മുതലാളിത്ത ചേരിയുമാണ്. ശീതസമരത്തിലെ കമ്മ്യൂണിസ്റ്റ് ചേരിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ USSR ഉണ്ട്, പിന്നെ ചെക്കോസ്ലോവാക്യ, പോളണ്ട്, ഹംഗറി, റുമേനിയ, ബൾഗേറിയ. ഈ രാജ്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് ചേരിയിലായിരുന്നു. USSR ഉണ്ടെന്ന് നമുക്ക് അറിയാം. പിന്നെ ആരൊക്കെയുണ്ട്? ചെക്കോസ്ലോവാക്യ, പോളണ്ട്, ഹംഗറി, റൊമേനിയ. ഒരു മിനിറ്റ്. പൈതൃക നഗരം ഏതാന്നാ പറഞ്ഞേ? എന്താണ്? അത് കേട്ടിട്ടില്ലല്ലോ. വിൽമിംഗ്ടൺ ആണ്. വെയ്മിംഗ്ടൺ. വില്ലോ? വിൽമിംഗ്ടൺ. അന്നേരം ശീതസമരത്തിൽ കമ്മ്യൂണിസ്റ്റ് ചേരിയിലെ അംഗങ്ങളായിരുന്നത് USSR, ചെക്കോസ്ലോവാക്യ, പോളണ്ട്, ഹംഗറി, റുമേനിയ, ബൾഗേറിയ. എന്നാൽ ശീതസമരകാലത്ത് മുതലാളിത്ത ചേരിയിൽ ഉണ്ടായിരുന്നത് USA ഉണ്ടെന്നറിയാം, പിന്നെ UK, പോളണ്ട്, ഡെൻമാർക്ക്, നോർവേ, ഫ്രാൻസ്, കാനഡ. ഇതെല്ലാം മുതലാളിത്ത ചേരിയിലെ രാജ്യങ്ങളായിരുന്നു. ഒന്നുകൂടെ പറയാം. അമേരിക്ക, UK, പോളണ്ട്, ഡെൻമാർക്ക്, നോർവേ, ഫ്രാൻസ്, കാനഡ. ഇതെല്ലാം മുതലാളിത്ത ചേരിയിലെ രാജ്യങ്ങളായിരുന്നു. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി രൂപം നൽകിയ ഒരു ആശയം ഉണ്ടായിരുന്നു. ഇത് രണ്ടിലും ചേരാത്ത ആളുകൾ, അവര് നമ്മൾ പറയുന്നത് എന്തായിരുന്നു? നോൺ അലൈൻ മൂവ്മെന്റ് അല്ലേ?
അതെ, നോൺ അലൈൻ മൂവ്മെന്റ് ആണ്, ചേരി ചേരായ്മ എന്ന് പറയും. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി രൂപം നൽകിയ ആശയമാണ് ചേരി ചേരായ്മ. ശീതയുദ്ധത്തിന്റെ ഭാഗമായി മിസൈൽ പ്രതിസന്ധി അരങ്ങേറിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ ക്യൂബയാട്ടോ. ക്യൂബ. ക്യൂബ. ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ട് മിസൈൽ പ്രതിസന്ധി അരങ്ങേറിയ രാജ്യമാണ് ക്യൂബ. ഈ ക്യൂബയിൽ മിസൈൽ വിന്യസിച്ച രാജ്യം ഏതാണെന്ന് അറിയാവോ? റഷ്യ അല്ലേ? അതെ, റഷ്യയാണ്. ക്യൂബയിൽ മിസൈൽ വിന്യസിച്ച രാജ്യം റഷ്യയാണ് 1962. അന്നേരം ഈ ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ട് മിസൈൽ പ്രതിസന്ധി അരങ്ങേറിയ രാജ്യം ചോദിച്ചാൽ ക്യൂബയാണ്. ക്യൂബയിൽ മിസൈൽ വിന്യസിച്ച രാജ്യം ചോദിച്ചാൽ USSR ആണ്. 62. ക്യൂബയ്ക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാന്നറിയോ? അമേരിക്കൻ പ്രസിഡന്റ് കെനഡിയാണ്. ക്യൂബയ്ക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആണ് കെനഡി. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? കേൾക്കുന്നോ പറയുന്നേ? കേൾക്കുന്നുണ്ട്. കേൾക്കാം. മേരിക്കോം ഉറങ്ങില്ലായിരുന്നു, ഞാൻ വെച്ച് ഉറങ്ങിയെന്ന്. 1985 സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായി അധികാരത്തിലെത്തിയത് മിഖായേൽ ഗോർബച്ചേവ് ആണ്. 1985 സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായി അധികാരത്തിലെത്തിയത് മിഖായേൽ ഗോർബച്ചേവ് ആണ്. മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? നമ്മൾ പഠിക്കുമല്ലോ. ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കും. അന്നേരം ഈ മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായി അധികാരത്തിലെത്തിയത് 1985. ഇദ്ദേഹം നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കും. ഈ രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പാക്കുന്നതിനായി കൊണ്ടുവന്ന ഭരണപരിഷ്കാരമാണ് ഇതിലേതാ? അതെ, ഗ്ലാസ്നോസ്ത് ആണ്. രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പാക്കുന്നതിനായി കൊണ്ടുവന്ന ഭരണപരിഷ്കാരം ചോദിച്ചാൽ ഗ്ലാസ്നോസ്ത് ആണ്. പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്യുന്ന പരിഷ്കാരം എന്നും കൂടെ പറയുന്നത് ഈ ഗ്ലാസ്നോസ്ത് ആട്ടോ. ഒരു തുറന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്താണ്? പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളായാലും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളായാലും ഒക്കെ നീക്കം ചെയ്ത പരിഷ്കാരം ഏതാണെന്ന് ചോദിച്ചാലും ഗ്ലാസ്നോസ്ത് ആണ്. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ പരിഷ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരിസ്ട്രോയിക്കാണ്. അന്നേരം ഗ്ലാസ്നോസ്ത്, പെരിസ്ട്രോയിക്ക തുടങ്ങിയ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് മിഖായേൽ ഗോർബച്ചേവ് ആണ്. അതേ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയത് 1985. ഗ്ലാസ്നോസ്ത് എന്ന് പറയുമ്പോൾ തുറന്ന സമീപനമാണ്. പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണമായാലും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണമായാലും ഇതൊക്കെ നീക്കം ചെയ്തത് ഗ്ലാസ്നോസ്ത് ആണ്. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ പരിഷ്കാരം ചോദിച്ചാൽ അത് പെരിസ്ട്രോയിക്കയാണ്. ഈ പെരിസ്ട്രോയിക്ക നടപ്പിലാക്കിയതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഉൽപാദന മേഖലയിലെ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക, കേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഇളവ് വരുത്തുക. ഇതാണ് ഈ പെരിസ്ട്രോയിക്ക നടപ്പിലാക്കിയതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പറയാം, ഉൽപാദന മേഖലയിലെ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക, കേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഇളവ് വരുത്തുക. ഇതായിരുന്നു പെരിസ്ട്രോയിക്ക നടപ്പിലാക്കിയതിന്റെ ലക്ഷ്യം. ഇന്നിവിടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, ഞാനത് വായിക്കാൻ വിട്ടുപോയി. ഈ ശീതസമരവുമായി ബന്ധപ്പെട്ട ഒരു ബോക്സ് ആണ്. ശീതസമരത്തിന്റെ ഭാഗമായിട്ട് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഒരു സംഘടനയുണ്ട് കേട്ടോ. ശീതസമരത്തിന്റെ ഭാഗമായിട്ട് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഒരു സംഘടനയാണ് വാർസാ ഉടമ്പടി. എന്ന് പറയും. 1955 വാർസാ ഉടമ്പടി. ആരുടെ നേതൃത്വത്തിലാണെന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ സംഘടനയാണ് വാർസാ ഉടമ്പടി. 1955. ഈ ശീതസമരത്തിന്റെ ഭാഗമായി അമേരിക്കയുടെ നേതൃത്വത്തിലുണ്ടായ 3 സംഘടനകളുണ്ട്. അത് നമ്മൾ എപ്പോഴും പഠിക്കും. നാറ്റോ, സീറ്റോ, സെന്റോ. അതിലെ ശീതസമരത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിലും ഈ റഷ്യയുടെ നേതൃത്വത്തിലും സംഘടനകൾ രൂപം കൊണ്ടു. റഷ്യയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന ചോദിച്ചാൽ വാർസാ ഉടമ്പടിയാണ്. അതൊരു ഉടമ്പടി എന്ന് പറയുന്നത്. വാർസാ ഉടമ്പടി 1955. എന്നാൽ അമേരിക്കയുടെ നേതൃത്വത്തിലുണ്ടായ 3 സംഘടനകളുണ്ട്. അതാണ് നാറ്റോ, സീറ്റോ, സെന്റോ. ഈ നാറ്റോ രൂപീകൃതമായത് 1949. അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. സീറ്റോ ആണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി. അതെ തന്നെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ. സെന്റോ ആണെങ്കിൽ
സെൻട്രൽ ട്രീറ്റി. അതെ, സെൻട്രൽ ട്രീറ്റി ആണ്. അതായത് നാറ്റോ എന്ന് പറയുമ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, സീറ്റോ ആണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ, സെന്റോ ആണെങ്കിൽ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. ഈ 3 സംഘടനകളും ശീതസമരത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ്. റഷ്യയുടെ നേതൃത്വത്തിലാണെങ്കിൽ വാർസാ ഉടമ്പടി കേട്ടോ, വാർസാ ഉടമ്പടി.